എങ്ങനെയാണ് പ്ലസ് ടു അല്ലെങ്കിൽ SSLC ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുന്നത് എന്ന ഈ വീഡിയോ നിങ്ങൾ എന്തുകൊണ്ട് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി SSLC പഠിച്ചു, അതായത് 10ാം ക്ലാസ് പഠിച്ചു, പ്ലസ് ടു പഠിച്ചു, ഡിഗ്രി പഠിച്ചു, PG ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. അപ്പം പ്ലസ് 1 പ്ലസ് 2 ഓൾറെഡി എക്സാംസ് എഴുതി ക്ലിയർ ചെയ്ത് നല്ല മാർക്ക് കിട്ടിയ ഒരാളാണ് ഞാൻ. ഭയങ്കര നല്ല മാർക്കാണോ? അല്ല. എന്റെ സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ എന്നെ കഴിഞ്ഞ് നല്ല മാർക്കുള്ള കുട്ടികളുണ്ടായി. പക്ഷെ സ്റ്റിൽ എന്റെ റീസണബിൾ ആയിട്ടുള്ള നല്ല മാർക്സ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് ഒരു സംഭവം, ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ഇട്ട ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എക്സാമിന് വേണ്ടി പയറ്റി എനിക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നി ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഉപകാരം ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് ടിപ്സിനെ പുറത്തിറക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സംഭവത്തിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാംസിനെ കുറിച്ചുള്ള ഒരു ജനറൽ കോൺസെപ്റ്റ് ഉണ്ടല്ലോ സ്റ്റുഡൻസിന്റെ, അത് മാറണം. അതായത് ഭയങ്കര ഒരു പേടി, പ്രഷർ, അപ്പനമ്മമാർക്ക് ടീച്ചേഴ്സിന്റെ അകത്തൊരു റോളുണ്ട്, എന്നാലും ഭയങ്കര ഒരു പേടിയും പ്രഷറും വരുന്ന ഒരു സംഭവമാണ് ഇപ്പോഴും എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എക്സാം എപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ പഠിച്ചത് എഴുതി വെക്കാൻ പോകുന്ന ഒരു സംഭവമാണ് എക്സാം. ഇനി എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കണം എങ്കിൽ നിങ്ങൾ നല്ല എഫേർട്ട് ഇടണം. ഈ പരീക്ഷയുടെ തലേന്നിരുന്ന് പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെ അങ്ങനെയായിരുന്നു. അപ്പൊ പരീക്ഷയുടെ തലേന്നിരുന്ന് പഠിച്ചിട്ട് എനിക്ക് ഫുൾ A+ വേണം അല്ലെങ്കിൽ നല്ല മാർക്ക് വേണം എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണമായിരുന്നു. തലേന്ന് പോയി പഠിച്ചിട്ട് ഓവറായിട്ട് ഞാൻ പാതിരാത്രി വരെ ഇരുന്ന് പഠിച്ചു, അപ്പൊ എനിക്ക് നല്ല മാർക്ക് കിട്ടിയില്ല എന്ന് കരുതുന്നത് പൊട്ടത്തരമാണ്. നിങ്ങൾ വേണ്ടത്രയും എഫേർട്ട് ഇടാത്തതുകൊണ്ടും പഠിക്കാത്തത് കൊണ്ടുമാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാത്തത്. ഇനി ഒരു മെയിൻ കാരണം കൂടെ ഉണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതിന്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല. അതായത് എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്താലാണ് മാർക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സിനാണ്. അതായത് ഓരോ സബ്ജക്റ്റിനും ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ കീസും ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിന് എന്തൊക്കെ എഴുതിയാലാണ് മാർക്ക് കിട്ടുന്നത്, എന്തൊക്കെ പോയിന്റ് ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട്സിന്റെ ടീച്ചേഴ്സ് ഇത് പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ ആ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. മിക്കവാറും ആ ഒരു ബേസിൽ തന്നെയായിരിക്കും അവർ ഈ ഓണം പരീക്ഷ, ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ മാർക്ക് ഇടുന്നത്. അപ്പം എക്സാം ബേസ്ഡ് സ്റ്റഡിയും കൂടെ നിങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പരീക്ഷയെ കാണേണ്ട രീതി നമുക്ക് എന്തറിയാവോ അത് എഴുതി വെക്കാൻ പോകുന്ന ഒരു സംഭവമാണ് പരീക്ഷ. എക്സ്ട്രാ പ്രഷർ നിങ്ങൾ നിങ്ങളുടെ തലയിൽ തന്നെ വെക്കരുത്. പിന്നെ കോപ്പിയടി പരിപാടികൾ, മറ്റേ തുണ്ടെഴുതി കൊണ്ട് പോക്കൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര പാടാറാകും. നമ്മൾ എക്സാം ഹാളിൽ ഇരുന്നിട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ട് തുണ്ടെടുക്കണം, എഴുതണം. അതായത് ഒരു എക്സാമിന് നമുക്കൊരു പാഠത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഇല്ല എങ്കിൽ ആ ക്വസ്റ്റ്യൻ എവിടുന്നാ ചോദിച്ചത്, അത് എന്റെ ഉത്തരം എന്താണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ തുണ്ടെഴുതിക്കൊണ്ട് പോകുന്നതിലും ഒരു കാര്യം വേണം. പിന്നെ ടീച്ചേഴ്സിനെ കാണാതെ അത് വെളിയിലെടുക്കണം, ആൻസറിന്റെ അടിയിൽ വെക്കണം, നോക്കി എഴുതണം. പിന്നെ അത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീബാർ ചെയ്യാനുള്ള ചാൻസ് ആയി, അല്ലെങ്കിൽ നമ്മളെ തന്നെ മാറ്റിയിരുത്തി എക്സാം എഴുതിപ്പിക്കും. അപ്പൊ നമുക്ക് ഏതെങ്കിലും കൂട്ടുകാരനോട് അറിയാൻ പാടാത്തൊരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം എഴുതാൻ പോലുള്ള ചാൻസും അവിടെ അങ്ങ് നഷ്ടപ്പെടും. അപ്പൊ എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കാണുക, ഈസി ആയിട്ട് കാണുക, പോവുക, എഴുതുക, വരിക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം, ഇല്ല എങ്കിൽ നല്ല മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഇതാണ് ഇതിന്റെ അകത്ത് ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ എക്സാം ബേസ്ഡ് സ്റ്റഡി എന്ന് പറഞ്ഞല്ലോ, അത് എന്നെ സഹായിച്ച ഒരു മെയിൻ സംഭവം മാർക്ക് കിട്ടാനായിട്ട് ഇതായിരുന്നു. ഞാൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാഠം വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള ബുക്സ് നമുക്ക് ഈ ബുക്ക് സ്റ്റാളിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ ഞാൻ അങ്ങനത്തെ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഓരോ പാഠം, ഓരോ സബ്ജക്ട് പഠിപ്പിക്കുമ്പോഴും ഈ പാഠത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, SSLC ചോദിച്ചിരിക്കുന്നതും പ്ലസ് ടുവിന്റെ ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് ഞാൻ നോക്കും. അപ്പൊ ആ പാഠം പഠിച്ചു പോകുമ്പോൾ ഇന്ന സ്ഥലത്തു നിന്നാണ് ഈ പാഠത്തിന് എക്സാമിന് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ആ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത്. എനിവേ, ആ പാഠത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന, ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് ചോദ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമ്മൾ പറ്റുവാണെങ്കിൽ അങ്ങ് തുടക്കം തൊട്ടേ ചെയ്യേണ്ട പരിപാടിയാണ്. അതായത് ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷയൊക്കെ തൊട്ട് നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ബുക്ക് ഉണ്ടായെങ്കിൽ നമ്മൾ ഓൾറെഡി ഫൈനൽ എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് ബോർഡ് എക്സാമിന് എന്ത് തരം ചോദ്യങ്ങളാണ് ആ പാഠത്തിൽ നിന്ന് ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു ടച്ച് വരേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്.
നമ്മൾ കുറെ വലിച്ചു വാരി പഠിക്കുന്നതല്ല. ചിലപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ചില പാഠങ്ങളിൽ നിന്ന് ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ നിന്നായിരിക്കും ഒരു 80% ചാൻസും ക്വസ്റ്റ്യൻസ് വരാനായിട്ട്. പക്ഷെ നിങ്ങൾ എല്ലാം പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു സംഭവം മിസ്സാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എല്ലാം പഠിച്ച് കുറെ സമയം കളയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ സംഭവത്തിൽ കുറെ കൂടി ഫോക്കസ് ചെയ്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്യുന്നതോടുകൂടി എക്സാംസിന് ആ സ്പെസിഫിക് ഏരിയയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത്, അതിന്റെ കൂടെ ആൻസേഴ്സും ഉണ്ടാവും ആ ബുക്കിൽ. അപ്പൊ എങ്ങനെയൊക്കെ ആൻസർ ചെയ്യാം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ പോവുക, അങ്ങനത്തെ ഒരു ബുക്ക് മേടിക്കുക, റെഫർ ചെയ്യുക. എക്സാംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഒരു പാഠത്തിൽ നിന്ന്, ഏതാണ് മെയിൻ ഭാഗം എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെ ജനറലി കുട്ടികൾക്ക് ടീച്ചേഴ്സിന്റെ അടുത്ത് ഒരു സബ്ജക്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ചോദിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കൂട്ടുകാർ തന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭാഗം സംശയമുണ്ട്, ഇത് നന്നായിട്ട് മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികളുടെ അടുത്ത് സഹായം ചോദിക്കുക. ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിക്കുന്നത് മോശമാണ് എന്നല്ല, ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിക്കാൻ ആൾക്കാർക്ക് ജനറലി മടിയാണ്. അപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് പറ്റുവാണെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് തന്നെ ചോദിച്ച് പഠിക്കുക, നല്ല കേസ്. പക്ഷെ അതല്ല എങ്കിൽ നിങ്ങൾ കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കുക, ആ സംഭവം നന്നായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. ഇനി ചിലവർ ഇങ്ങനെ കൺസിഡർ ചെയ്യാറുണ്ട്, നിനക്ക് ഭയങ്കര സംശയമാണല്ലോ, നീ അത് അവിടെ പോയി ചോദിച്ചിട്ട് ഇവിടെ പോയി ചോദിച്ചിട്ട് പഠിച്ചിട്ടൊന്നും നിനക്ക് അവന്റെ അത്ര മാർക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞിരുന്നോളം പറയുക. ഓക്കെ. കാരണം നിങ്ങൾ ഈ സംശയം ചോദിച്ചിട്ട് ഇപ്പൊ പഠിച്ച പോലെയെങ്കിലും പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടിയ അത്ര മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ ബാക്കിയുള്ളവർ എന്താ പറഞ്ഞതെന്ന് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിക്കണം, ഈ സംഭവം മനസ്സിലാക്കണം എന്നൊരു സംഭവം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സഹായം ചോദിക്കുക. ചെയ്തു തരാൻ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇനി ഞാൻ പറയാൻ പോകുന്ന സംഭവം ജനറലി ലാംഗ്വേജ് എക്സാംസ് ഉണ്ടല്ലോ, അതായത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഇതിനൊക്കെ സഹായകരമായ ഒരു സംഭവമാണ്. ഇതെനിക്ക് എന്നെ പഠിപ്പിച്ച കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു സംഭവം അറിയത്തില്ലായിരുന്നു. അപ്പൊ ചേച്ചിമാരുടെ അടുത്ത് പഠിപ്പിച്ചു തരാമെന്ന് ചോദിച്ചു. അവർ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടാണ് എനിക്ക് മാത്സിനൊക്കെ നല്ല മാർക്ക് കിട്ടിയത്. എന്റെ ഒരു ചിറ്റ ഉണ്ടായിരുന്നു. ആ ചിറ്റ എന്നെ മാത്സ് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എവിടെ എത്തിയാലും ഒരു പിടുത്തമില്ല. അപ്പൊ അങ്ങനെ ഒരാള് ഒരു ട്യൂഷൻ എടുത്ത ഒരു ചേച്ചി ലാംഗ്വേജിന്റെ കേസിൽ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഈ ലാംഗ്വേജ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ പാരഗ്രാഫ് ഡിവിഷൻ ചെയ്യേണ്ട ഒരു സംഭവമാണ്. നീ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഐഡിയ ഫോക്കസ് ചെയ്ത് ഒരു പാരഗ്രാഫ് എഴുതി ആ ഐഡിയയിൽ നിനക്ക് പറയാനുള്ള ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞുവെങ്കിൽ ഒരു 2 ലൈൻ ഗ്യാപ്പ് വിട്ടിട്ട് നെക്സ്റ്റ് ലൈനിൽ ഒരു നടുക്കുന്ന നീ അടുത്ത നിന്റെ പോയിന്റ്സിനെ പറ്റിയുള്ള വിവരണം എഴുതി തുടങ്ങുക. പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ അറിയാവുന്ന ആൾക്കാരുടെ ഒരു ബേസിക് ക്വാളിറ്റിയിൽ പെടുന്ന ഒരു സംഭവമാണ്. ഇനി ചില പാരഗ്രാഫ് ഡിവൈഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ചില സ്ഥലത്തിന് ചെറിയൊരു സബ് ഹെഡിങ് കൊടുത്തിട്ട് ആ ഒരു പോയിന്റ് എന്താണെന്ന് വിവരിക്കാൻ പറ്റും. അപ്പൊ ഹെഡിങ് കൊടുത്തിട്ട് എഴുതുന്ന ഒരു രീതി മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഇനി ചില മഹാന്മാരായ വ്യക്തികളുടെ കൊട്ടേഷൻസ്, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊരു സംഭവം നമുക്കൊരു ആൻസറുമായിട്ട് അറ്റാച്ച് ചെയ്തൊരു കോണ്ടെക്സ്റ്റിൽ എഴുതാൻ ഉൾപ്പെടുത്താൻ പറ്റും എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കോട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ആൻസർ വായിക്കുന്ന ടീച്ചേഴ്സിന് ഇവന് ഇച്ചിരി ലോകവിവരമുള്ള ആളാണ് എന്ന് തോന്നി അവിടെ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോ പാരഗ്രാഫ് ഡിവിഷൻ ഹെഡിങ് കൊടുത്തിട്ട് ഓരോ പാരഗ്രാഫ് ചിലപ്പോൾ എഴുതുന്നത് എപ്പോഴും ഹെഡിങ് കൊടുക്കണം എന്നല്ല, ചില പാരഗ്രാഫിൽ ഹെഡിങ് കൊടുത്തിട്ട് എഴുതേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പൊ ഹെഡിങ് കൊടുത്തിട്ട് എഴുതാം. പിന്നെ ഇങ്ങനത്തെ കൊട്ടേഷൻസ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പോയിന്റ് ഞാൻ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് പറയാം, ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ആൻസർ കേസ് ഉണ്ട് ഈ ടീച്ചേഴ്സിന്റെ. അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ള ആൻസർ മാർക്ക് ഇടണമെങ്കിൽ ഇന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്താലാണ് ഈ ക്വസ്റ്റ്യന് ഇത്ര മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു ആൻസർ കീ വെച്ചിട്ടാണ് ടീച്ചേഴ്സ് ആ ക്വസ്റ്റ്യൻസിന് മാർക്ക് ഇടുന്നത്. അപ്പോൾ ആ ആൻസർ കീ എങ്ങനെയാണ്, ഓരോ സബ്ജക്റ്റിനും അതിന്റെ ബേസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. കാരണം എക്സാമിന് മാർക്ക് മേടിക്കേണ്ട ക്രൈറ്റീരിയ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ പൊളിറ്റിക്സ് സബ്ജക്ട് ഞാൻ എഴുതി ആൻസർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പഠിപ്പിച്ച സാറ് പറഞ്ഞു, എടാ മോനെ ഇത് നീ കാര്യം പറഞ്ഞേക്കുന്നത് ശരിയാണ്, പക്ഷെ നിനക്ക് അതിന് മാർക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. അപ്പൊ എന്റെ ക്ലാസ്സിൽ നന്നായിട്ട് മാർക്ക് കിട്ടിയ പയ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവന്മാരെടുത്ത് ചോദിച്ചു, അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അവന്മാരറിയാതെ എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ അത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു കുറച്ചുകൂടെ മാർക്ക് കിട്ടി. ഭയങ്കര മാർക്കൊന്നും കിട്ടിയിട്ടില്ല, ഒരു കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പൊ എക്സാംസിൽ നിങ്ങൾ ചെയ്യേണ്ട രീതികളെ പറ്റി ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് എക്സാം എഴുതുക. അപ്പൊ കുറച്ചുകൂടെ മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പേരൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ പഠിക്കാനുള്ള സ്കില്ല്, ആ കഴിവ് അവനല്ലേ അവൾക്ക് എന്തോരം ഉണ്ട് എന്ന് നിങ്ങൾ ആക്സസ് ചെയ്തതിന് ശേഷം
വേണം നിങ്ങൾ ആ കുട്ടിയെ പഠിക്കുന്ന കാര്യത്തിൽ പ്രഷർ ചെയ്യാൻ. അവൻ ആർട്സിലും സ്പോർട്സിലും ഒക്കെയാണ് കഴിവുള്ളത് എങ്കിൽ അവന്റെ ഓവറായിട്ട് അവന്റെ തലയിൽ കയറിയിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യൻ പഠിക്കത്തില്ല. കാരണം പയ്യന്റെ ഇൻട്രസ്റ്റ് ബാക്കി സംഭവങ്ങളൊക്കെ വേറെ സ്ഥലത്താണ്. അതേസമയം എക്സാമിന്റെ ഒരു വാല്യൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുക. എടാ +1 അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ 10 പാസ്സാവണം, എന്നിട്ട് ഒരു ഡിഗ്രി ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് നിന്റെ ആഗ്രഹമുള്ള ആ ഫീൽഡിൽ ചെല്ലുമ്പോൾ സക്സസ് ആവാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ കൂടുതൽ അവസരങ്ങൾ കിട്ടും, അവിടെ പോയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അതും ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പയ്യന്മാർ ചിലപ്പോൾ വായിച്ച് പഠിച്ച് പാസ്സാവാനുള്ള മാർക്കെങ്കിലും മേടിക്കും. അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യന്റെ മാർക്കും അവന്റെ ക്വാളിറ്റിയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ വഴി കൂടെ സഞ്ചരിക്കും. എപ്പോഴും റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കുക, എന്തെങ്കിലും സൂയിസൈഡ് എന്തെങ്കിലുമൊക്കെ നടക്കും. അത് ഈ അനാവശ്യമായ പരീക്ഷകളിലും ഈ മാർക്കുകളിലുള്ള ഫോക്കസാണ്. അതായത് A+ കിട്ടിയില്ലെങ്കിൽ എന്നെ വിഷയം. ശരിയാണ്, നന്നായിട്ട് പഠിക്കുന്ന കഴിവുള്ള കുട്ടികൾ A+ വന്നു, നിങ്ങളുടെ കുട്ടിക്ക് വേറെ ഫീൽഡിലായിരിക്കും കഴിവ്. അത് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്കറിയാലോ, ഈ കാണുന്ന പേരൻസിനും ഈ സമൂഹത്തിൽ ഇറങ്ങി വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അല്ലാത്തവരും നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ട്, നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ട്. ഈ പഠിച്ച് ജോലി മേടിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു സൊല്യൂഷൻ എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ മിക്കവാറും ആൾക്കാർ. അതുകൊണ്ടാണ് പല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡുകളിൽ നമ്മുടെ മലയാളികൾക്കൊരു റോള് കിട്ടാതെ പോകുന്നതും, മലയാളികളല്ല മൊത്തത്തിൽ ഇന്ത്യക്കാർക്ക് ഒരു റോൾ ഇല്ലാതെ പോകുന്നത്. അപ്പൊ പഠിക്കാൻ കഴിവുള്ള ഒരുത്തനാണ് എങ്കിൽ അവനതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കുക. അല്ലാത്തൊരു പയ്യനാണ് എങ്കിൽ ഈ പറഞ്ഞാൽ പരീക്ഷകളുടെ വരുമ്പരായികളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവൻ പഠിച്ച് പാസ്സാവാനുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ ഓവർ പ്രഷർ ചെയ്യാതിരിക്കുക. അവന് കഴിവുള്ള ഫീൽഡിൽ എന്താണോ അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അവന് മുന്നോട്ട് പോകാൻ അനുവദിക്കുക. ഇനി കൺക്ലൂസീവ് ആയിട്ട് എനിക്കൊരു പോയിന്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് കാണുന്ന സ്റ്റുഡൻസ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓവറായിട്ടുള്ള ഒരു പ്രഷർ നിങ്ങൾക്ക് ആര് തന്നാലും നിങ്ങൾ എക്സാമിന്റെ പേരിൽ ഇതൊന്നും എടുത്ത് തലയിൽ വെക്കരുത്. എക്സാം ഒരു വലിയ കെണിയായിട്ട് നിങ്ങൾ കാണരുത്. ആദ്യം പറഞ്ഞ പോയിട്ട് ഒന്നുകൂടെ പറയാം, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നല്ല മാർക്ക് എക്സ്പെക്ട് ചെയ്ത് ചുമ്മാ അലമ്പാക്കരുത്. പിന്നെ ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, നന്നായിട്ട് പഠിച്ചിട്ട് മാർക്ക് കിട്ടിയില്ല എങ്കിൽ ഈ മാർക്കൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഡിക്റ്റേറ്റ് ചെയ്യുന്ന സംഭവം. ഇനി ഞാൻ എന്റെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. എന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എബോ ആവറേജ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എന്റെ താഴെ പഠിച്ചുകൊണ്ടിരുന്നത്, അതായത് ആവറേജ് ജസ്റ്റ് ബിലോ ആവറേജ് പഠിച്ച ആൾക്കാരൊക്കെ ഇന്ന് എന്നെ കഴിഞ്ഞ് നല്ല രീതിയിൽ പൈസ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. അവന്മാർക്ക് എന്റെ പോലെ അല്ല, വേറെ പല കഴിവുകളാണ്. പക്ഷെ ആ കഴിവുകൾ വേണ്ട സ്ഥലം കണ്ടുപിടിച്ച് അവന്മാരുടെ കഴിവുകൾ അവന്മാര് കുറെ കൂടി പോളിഷ് ചെയ്തെടുത്ത് ആ ഒരു സ്ഥലത്ത് അവന്മാര് ജോലി വാങ്ങി നന്നായിട്ട് നടക്കുന്നു. ഈ പറയുന്ന ആൾക്കാർ പ്രകാരമാണെങ്കിൽ എനിക്കല്ലായിരുന്നു ആ ജോലി കിട്ടേണ്ടത്, എന്തുകൊണ്ട് കിട്ടിയില്ല? അപ്പൊ അതിൻ്റെ അകത്തല്ല എല്ലാ കാര്യവും ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് വേറെ പല പല കാര്യങ്ങളാണ്. നമ്മളത് വെളിയിലേക്ക് ഇറങ്ങി കുറച്ചുകൂടി ജീവിതം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മാർക്കൊന്നും അല്ല എല്ലാം എന്നുള്ളത്. അപ്പൊ എല്ലാ മാർക്സ് അല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഓവറായിട്ടൊരു പ്രഷർ എടുത്ത് നിങ്ങളുടെ തലയിൽ വയ്ക്കരുത്. ഓക്കെ, ഇനി ഈ പോയിന്റ് ഞാൻ ഒന്നുകൂടെ ഊന്നി പറയാം. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് മാർക്സ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് മിനിമം 5 വർഷത്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ നല്ല ടച്ചിൽ വരിക. എക്സാംസിൽ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചും കൂടെ നിങ്ങളുടെ സ്റ്റഡിയെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇത് വിട്ടുപോകല്ലേ. കാരണം കുറെ വലിച്ചു വാരി പഠിച്ചിട്ട് പിള്ളേർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ അത് ആൻസർ ചെയ്യേണ്ട രീതി ഒന്നും മനസ്സിലാവാതെ പോയി എഴുതി മാർക്ക് കളയുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാത്തതുകൊണ്ട് എക്സാമിന് മാർക്ക് കിട്ടാതെ പോകും. അപ്പൊ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് കൂടി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഈ വീഡിയോയുടെ താഴെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് എക്സാംസിന് എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് താഴെ വന്ന് കമന്റ് ചെയ്യുക. ഇത് കാണുന്ന കുട്ടികൾ ആ കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. കമന്റ്സിൽ ചിലപ്പോൾ ഒത്തിരി തെറികൾ ഉണ്ടാവും, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള സംഭവം എന്താണെന്ന് എടുക്കാണ്ട് കമന്റ്സ് പോയി വായിച്ചിട്ട് നിങ്ങൾ അത് ഉപകാരപ്രദമായിട്ടുള്ള സംഭവം നിങ്ങൾ എടുക്കുക, പോവുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണാം.